ത്രിയേക ദൈവത്തിന് സ്തുതി. നോമ്പ് ധ്യാനത്തിലെ തിരുവചന ചിന്തകൾക്ക് സഹായകരമായി ഭാഗ്യവാനായ പൗലോസ് ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 2-3 വാക്യങ്ങൾ. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞു നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. 50 നോമ്പിന്റെ നാളുകളിലൂടെ നാം യാത്ര ചെയ്യുകയാണ്. സഹനം എന്തെന്ന് നമ്മോട് കാട്ടിത്തന്ന സഹനത്തിന്റെ തമ്പുരാനോടൊപ്പം യെരുശലേമിൽ സംജാതമാകുന്ന നിര്യാണത്തെ പ്രാപിക്കുവാൻ തമ്പുരാൻ സഹനത്തിന്റെ യാത്രയിലാണ്. ആ സഹനത്തെ വരിക്കുവാൻ ഒത്തിരി പ്രാർത്ഥന ആവശ്യമാണ് എന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. സഹനം അറിഞ്ഞുകൊണ്ട് ഏറ്റെടുക്കുന്ന ഒരു ദൗത്യമാണ്. കഷ്ടതകളുടെ ശൃംഖലയെ ഏറ്റെടുക്കുന്ന ദൗത്യം. സഹനവും ക്ലേശവും ജീവിതത്തിന്റെ അനിവാര്യതയാണ്. അവയോടുള്ള നമ്മുടെ സമീപനമാണ് പ്രധാനം. സഹനങ്ങളിൽ നാം ക്രൂശിന്റെ അടുത്താണെന്ന് തിരിച്ചറിയുവാൻ കഴിയണം. ക്രൂശിതനോട് ചേർന്ന് സഹിച്ചാൽ നമ്മുടെ സഹനവും രക്ഷയ്ക്കുള്ള മാർഗമായി ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ നിലനിൽക്കും. ക്രിസ്തു ഏറ്റെടുക്കുന്ന സഹനം ദൈവത്തിൽ നിന്നും അകന്നുപോയ മാനവരാശിയെ അനുരഞ്ജനത്തിലൂടെ വീണ്ടെടുക്കുന്നതാണ്. അതിനുവേണ്ടി തിരഞ്ഞെടുത്ത സഹനത്തിന്റെ പാത ക്രിസ്തു സ്വയമായി ഒരുക്കിയതാണ്. കല്ലും മുള്ളും നിറഞ്ഞ ദുർഘടമായ പാതയിലെ പ്രതികൂലങ്ങൾ തന്റെ പാദങ്ങളിൽ ഏറ്റുവാങ്ങുന്നതിലൂടെ മാനവരാശിയുടെ യാത്ര ക്രിസ്തു സുഗമമാക്കുകയാണ്. ആ പാതയിലൂടെ നമുക്കും യാത്ര ചെയ്യാം. ഈ നോമ്പിന്റെ നാളുകൾ പ്രാർത്ഥനകളിലും ധ്യാനങ്ങളിലും ആയിരിക്കുവാൻ കാരുണ്യവാനായ തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.